വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. സോ ദാ അടിപൊളിയായിട്ട് നമ്മുടെ മിനി മാരത്തോൺ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ മാത്സ് എക്സാം ആണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. രാജുവിന്റെ കയ്യിൽ 120 രൂപയും മേരിയുടെ കയ്യിൽ 180 രൂപയുണ്ട്. ഓക്കെ, രാജുയുടെ കയ്യിൽ 120 രൂപയും മേരിയുടെ കയ്യിൽ 180 രൂപയും. നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇവിടെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടിപൊളിയായിട്ട് വായിച്ചു നോക്കേണ്ടത്. മേരിയുടെയും രാജുവിന്റെയും കയ്യിലുള്ള തുകകളുടെ അംശബന്ധം എത്ര? മേരിയുടെയും രാജുവിന്റെയും ആണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ മേരി ഇസ് ടു രാജു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മേരിയുടെ കയ്യിൽ എത്രയാടാ? 180 രൂപയാണ്. രാജുയുടെ കയ്യിൽ 120 രൂപയാണ്. ഈ സീറോയും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി 2ന്റെ ടേബിളിൽ തന്നെ പോയില്ലേ? 2 × 9 are 18, അതേപോലെ 2 × 6 are 12. ഇനി ഏത് ടേബിളിലാണ് പോവാ? നമ്മുടെ 3യുടെ ടേബിളിൽ പോയില്ലേ? 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 3:2 അഥവാ 3 അംശബന്ധം 2 എന്ന് ആൻസർ കിട്ടും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേരിയുടെയും രാജുവിന്റെയും അംശബന്ധം എത്രയാണ്? 3 അംശബന്ധം 2 ആണ്. അമ്മ മേരിക്ക് 60 രൂപ കൂടി കൊടുത്തു. മേരിയുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന രൂപ എന്ന് പറയുന്നത് 180 റുപ്പീസ് ആയിരുന്നു. ഇതിനോട് 60 റുപ്പീസ് കൂടി അമ്മ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും? യെസ്, നമുക്ക് ഇവിടെ 4 വരും അല്ലേ? 240, 240 റുപ്പീസ് ആണ് ഇപ്പൊ മേരിക്കുട്ടിയുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം, ഇതേ തുകയാകണമെങ്കിൽ അതായത് ഇതേ അംശബന്ധം 3:2 തന്നെയാണ് അവരുടെ അംശബന്ധം ആകണമെങ്കിൽ നമ്മുടെ രാജുവിന് ഇനി എത്ര രൂപ കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത്. രാജുവിന് ഇനി എത്ര രൂപ കൂടി കൊടുത്താൽ ഇവരുടെ അംശബന്ധം തുല്യമാകും എന്നാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ്സിലല്ലേ, ലാസ്റ്റത്തെ ലൈവിൽ, ഇന്നലത്തെ ലൈവിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബ്ലാക്ക് ബോൾസ് മാത്രം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ ചെയ്താൽ മതി മക്കളെ. 3ന്റെ എത്ര ടൈംസ് ആണ്? 24. 3 × 8 ആണ് 24. ഇവിടെ ഒരു 0 ഇവിടെ വരും അല്ലേ, 80 വരും. അപ്പൊ അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? 80 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 8, 2 × 80 എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നത് 16 ആണ്. 160 രൂപയായിരിക്കും നമ്മുടെ രാജുവിന് ശരിക്കും കിട്ടേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എത്ര രൂപ കൂടി എന്നാണ് ചോദിച്ചത്. അപ്പൊ 120 രൂപ 160 രൂപയാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 40 റുപ്പീസും കൂടെ കൊടുത്താൽ മതി അല്ലേ. 40 രൂപ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡിവൈഡ് 800 റുപ്പീസ് ഇൻ ദ സെയിം റേഷ്യോ. 800 രൂപ എന്ത് ചെയ്തു? ഇതേ റേഷ്യോയില് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്രയായിരുന്നു? 3 അംശബന്ധം 2 ആയിരുന്നു. ഇതിനെയാണ് 800 ആക്കേണ്ടത് അല്ലെ. അതായത് 5ന്റെ എത്ര ടൈംസ് ആണ് 800 എന്ന് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ. 5 1s are 5, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3. 5 × 6 are 30. ഇവിടെ ഒരു 0 കൂടെ വരും. × 160 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ 1 × 160, ഇവിടെയും × 160 ആയിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ഇവർക്ക് തുകകൾ കിട്ടുക എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. ആൻഡ് യെസ്, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.